back to Sala Learning. It's me, Sri Bhama SB. 2025 ആദ്യമായിട്ട് നിങ്ങളെ കാണാൻ എന്തൊരു വീഡിയോ ആണ്. സോ കുറച്ച് വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് മിസ്സിൻ്റെ ഷാർട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. റെഡി? അപ്പോൾ എല്ലാ മക്കൾക്കും ഹാപ്പി ന്യൂ ഇയർ. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായി കഴിഞ്ഞിട്ട്, എന്നാൽ പോലും നിങ്ങളെ ആദ്യമായിട്ട് വീഡിയോയിൽ കാണുന്നതുകൊണ്ട് മിസ് ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാണ്. നല്ലൊരു വർഷം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് പുതിയൊരു വർഷമാണ്, പുതിയൊരു ചാപ്റ്റർ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. സോ മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂൺ ആൻഡ് സ്റ്റാർ, തിങ്കളും താരങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ്. ഈ ടോപ്പിക് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഏതാണ് ടോപ്പിക്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. യെസ് മക്കളെ, നമ്മുടെ ചുറ്റും നോക്കുന്ന സമയത്ത് നമുക്കറിയാം രാത്രിയും പകലൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടം ചിലപ്പോൾ രാത്രി നൈറ്റ് ലവേഴ്സ് ആയിരിക്കും. ചിലർക്ക് ഡേ ലവേഴ്സ് ഉണ്ട്, ചില നൈറ്റ് ലവേഴ്സ് ഉണ്ട്. അപ്പൊ ഈ നൈറ്റ് ലവേഴ്സ് ഒക്കെ ഇപ്പൊ എന്ത് ചെയ്യും, രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൈ നന്നായിട്ട് വാച്ച് ചെയ്യും ഇല്ലേ. രാത്രി കാലത്ത് ഭയങ്കര രസമല്ലേ ആകാശം നിരീക്ഷിക്കുക പറഞ്ഞാൽ. ഒരുപാട് കുഞ്ഞിതായിട്ടുള്ള നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാകും അല്ലേ. അപ്പൊ സ്കൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു പരിപാടിയാണത് നിരീക്ഷിക്കുക, സ്കൈ നിരീക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ നോക്കുമ്പോ മെയിൻ ആയിട്ട് രാത്രികൾ കാണുന്ന ആളാണ് നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാർ അല്ലെ. സ്റ്റാർ എന്ന് പറയുമ്പോൾ തിളങ്ങി നമ്മൾ പാട്ട് പോലെ തന്നെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പറഞ്ഞ പോലെ ട്വിങ്കിൾ ചെയ്ത് കളിക്കുന്ന സ്റ്റാറുകളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നക്ഷത്രങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, റെഡി? എങ്ങനെയാ മക്കളെ നമ്മൾ ഈ നക്ഷത്രങ്ങളൊക്കെ ദൂരെ നിന്ന് നിരീക്ഷിക്കാൻ പറ്റുക? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ടെലസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ദൂരേക്ക് നോക്കി നിന്നിട്ട് അല്ലേ, നമ്മൾ അത് വെച്ച് നിരീക്ഷിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പൊ ദാ നോക്കിക്കോളൂ, ഒരുപാട് നക്ഷത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെ. നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്നും നിരീക്ഷിച്ചാലേ ഒരു സമയം ഏകദേശം ഒരേ സമയത്ത് 3000-ലധികം നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്ന പറയുന്നത്. ഒരൊറ്റ ടൈമാണ് പറയുന്നത്, ഒരൊറ്റ ടൈമിൽ തന്നെ 3000 നക്ഷത്രങ്ങളെ കാണാം. ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമി ഭ്രമണം ചെയ്യാൻ പറഞ്ഞ എന്താ മക്കളെ, കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ. മിസ് ഭൂമിയാണെങ്കിൽ മിസ് ഇതാ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നക്ഷത്രങ്ങൾ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ചെയ്യുന്നുണ്ട്. അതിൽ രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഇതാണ് 6000 നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ രാത്രി കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാത്രി കാലത്ത് നല്ല നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ ദൂരദർശിനി അല്ലെങ്കിൽ ടെലസ്കോപ്പ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത് അല്ലെ, നക്ഷത്രങ്ങളെ കാണാനും നിരീക്ഷിക്കാനും അല്ലെ. പണ്ട് കാലത്തൊക്കെ ഈ ആസ്ട്രോണോംസ് എന്ന് പറയുന്ന നമ്മുടെ ജ്യോതിശാസ്ത്രജ്ഞരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ഗലീലിയോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്, ആകാശത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലസ്കോപ്പും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു അല്ലെ. അങ്ങനെ ഒരുപാട് എന്താണ് 3000 സ്റ്റാർസും കാര്യങ്ങളൊക്കെ നമ്മുടെ അറൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ we can around the 3000 stars at a time if we observe the sky from the dark place. ഒരു ഇരുണ്ട സ്ഥലത്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. Due to the earth rotation, the stars appear rise and set അല്ലെ. റൈസ് ചെയ്യുന്നതും സെറ്റ് ആവുന്നതും എന്ന് വെച്ചാൽ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബിക്കോസ് ഓഫ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു, ഭൂമി ഭ്രമണം ചെയ്യുന്നു. ആൻഡ് ഹെൻസ് യു ക്യാൻ സീ 6000 stars if you observe the sky throughout the night. നോക്കുമ്പോ നിങ്ങളത് എണ്ണി നോക്ക്, നടക്കില്ല. എന്നാലും എണ്ണി നോക്കാമല്ലോ. ചുമ്മാ 1, 2, 3, 4 എണ്ണി കഴിഞ്ഞാൽ തെറ്റു. ഈ നമ്മള് നക്ഷത്രം എണ്ണുന്നതും തിരമാല എണ്ണുന്നതൊക്കെ കണക്ക് തന്നെ അല്ലെ. എങ്കിൽ പോലും ചുമ്മാ രസത്തിന് നമുക്ക് എണ്ണി നോക്കാം. ആൻഡ് lack of stars can be seen and observed through a telescope. There are many crores of സ്റ്റാർസ് ഇൻ ദ യൂണിവേഴ്സ് അല്ലെ. നമ്മുടെ പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോഡ് ഇഷ്ടം പോലെ ലാക്ക് ഓഫ് എന്തുണ്ട്, സ്റ്റാർസുകൾ നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ മിസ്റ്റർ ഫസ്റ്റ് പാടിയ പോലെ തന്നെ Twinkle, twinkle, little star, how I wonder what you are എന്ന് പറയുന്ന പോലെ ട്വിങ്കിൾ ചെയ്ത് കളിക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളെ, നമ്മുടെ നക്ഷത്രങ്ങള്. എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് ചോദിച്ചാൽ, സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. സ്റ്റാർസ് ആർ ദ സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡീസ്. അപ്പൊ നമുക്കില്ലേ ഷൈൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ. എന്ന് വെച്ചാൽ നമ്മള് എന്തെങ്കിലും അടിപൊളിയായിട്ടുള്ള പരിപാടി ചെയ്താൽ നല്ല ചെത്ത് ഡ്രസ്സിൽ അല്ലെ, നമ്മൾ നല്ല പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റൈലായിട്ട് കണ്ണടയൊക്കെ വെച്ചോ ലെവലൊക്കെ ആക്കിയിട്ട് നമ്മൾ പോകും. കാരണം നമുക്ക് ഷൈൻ ചെയ്യണം. അതേപോലെ എപ്പോഴും ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത്. ആൻഡ് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. നക്ഷത്രങ്ങളിൽ നിന്ന് നേരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് മിന്നുന്നത് അല്ലെ. ദ റേസ് light coming from the stars undergo continuous changes of the direction while transferring through the various layer of the atmosphere. നമ്മുടെ ചുറ്റും അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ലെയറുകൾ ഉണ്ടെന്ന് നമുക്കറിയാം
നിങ്ങൾക്ക് അറിയോ എന്റെ പേരൊന്നും എനിക്കറിയില്ല. വലിയ ക്ലാസ് പഠിക്കും. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്ഫിയറുകൾ, കുറെ തട്ടായിട്ടാണ് നമ്മുടെ അന്തരീക്ഷം ഉള്ളത്. അപ്പൊ അതിനകത്ത് കൂടെ ഇങ്ങനെ തട്ടിയാ വരാം. ഒരു സാധനം ഇങ്ങനെ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് തട്ടായിട്ടുള്ള കൃഷി രീതിയുള്ള ഒരു സ്ഥലത്ത് പോയി വിചാരിച്ചോ, നമുക്ക് നേരെ നടക്കാൻ പറ്റില്ല. തട്ടിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിക്സാഗ് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പറ്റൂ. അതേപോലെ നമ്മുടെ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന ലൈറ്റുകൾ ഇങ്ങനെ ഡയറക്ഷൻ തെറ്റി ചേഞ്ച് ചെയ്തിട്ടാണ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. തിളങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാർസ് അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രങ്ങള് തിളങ്ങുന്നു എന്ന് പറയുന്നത്. അപ്പൊ മിസ് ചോദിക്കട്ടെ, എല്ലാം ഇതേപോലെ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ട്? ആകെ സ്കൈ മാത്രമാണോ നമ്മുടെ ആകാശത്ത്, സ്റ്റാർസ് മാത്രമാണോ നമ്മുടെ ആകാശത്ത് കാണുന്നത്? അല്ല, കുറേ വേറെ സാധനങ്ങളും ഉണ്ട് അല്ലെ. നമ്മൾ പറയുകയാണെങ്കിൽ മൂൺ ഉണ്ട്, സൺ ഉണ്ട്, ഇതേപോലെ കുറെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മുടെ ആകാശത്തുണ്ട്. സ്റ്റാർസ് മാത്രമൊന്നുമല്ല, ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ആകാശത്തുണ്ട് ഇല്ലേ. അതിൽ നമ്മൾ പറഞ്ഞ ഒരാളാണ് നമ്മുടെ സൂര്യൻ. അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണോ, ഗ്രഹമാണോ, അത് വേറെന്തെങ്കിലും സാധനമാണോ? അറിയോ നിങ്ങൾക്ക്? ബേസ് ആയിട്ട് അറിയേണ്ടതാണ്. ഇതൊന്നും നമ്മൾ തെറ്റിക്കാനേ പാടില്ല. നമ്മുടെ സൂര്യൻ എന്ന് പറയുന്ന ആൾ ഒരു നക്ഷത്രമാണ്. ആളാരാണ്? നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആണ് നിങ്ങൾ വിചാരിക്കേണ്ട, അതും ഒരു സ്റ്റാർ തന്നെയാണ് അല്ലെ. ക്ലോസസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എർത്തിനോട് ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആളാണ് നമ്മുടെ സ്റ്റാർ ആണ് സൺ എന്ന് പറയുന്നത്. ലൈക്ക് ദ സൺ there is a billion of stars in the universe. Many stars have planets and satellites. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങള് നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് ഇല്ലേ. തിരുവാതിര, അങ്ങനെ കുറെ നക്ഷത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നക്ഷത്രങ്ങളും ഒരുപാടുണ്ട് നമ്മുടെ ഈ പറയുന്ന പ്രപഞ്ചത്തിൽ മൊത്തം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ ഇത് തിരിച്ചറിയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ മിന്നുന്ന ആളുകളാണ് നക്ഷത്രങ്ങള്, മിന്നാത്ത ആളുകളാണ് ആര്, നമ്മുടെ ഈ പറയുന്ന ആകാശഗോളങ്ങള്. അവര് ജസ്റ്റ് ഒരു ഷാഡോ ആയിട്ട് വർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഈ മിന്നുന്ന ആൾക്കാരെ പോലെ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവ പ്രകാശം, ആ വരുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെയാണ് അവർക്ക് ലൈറ്റ് ഉള്ളതായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് അവർക്ക് തിളങ്ങാനുള്ള കഴിവില്ല. അവരെ ലൈറ്റിൽ കാണുന്നുണ്ടെങ്കിലും തിളങ്ങാനുള്ള കഴിവില്ല. കാരണം എന്താണ്? The light that falls off these bodies get reflected and make them glow. We perceive this luminous because of the reflection of light. തട്ടി തിരിച്ചുപോയി, പ്രതിഫലിക്കാൻ പറഞ്ഞ എന്താ മക്കളെ, ലൈറ്റ് തട്ടി തിരിച്ചുപോയി അല്ലെ. അപ്പൊ അങ്ങനെ കാണുന്നോണ്ട് നമുക്കത് എന്ത് പറയാൻ പറ്റില്ല, ട്വിങ്കിൾ ചെയ്യുന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സ്റ്റാർസും സെലസ്റ്റിയൽ ബോഡി നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി അല്ലേ? അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് പഠിച്ചു, നമ്മുടെ സ്റ്റാറിനെ കുറിച്ച് ഏകദേശം കുറെ കാര്യങ്ങൾ പഠിച്ചു. ഈ സ്റ്റാറിനെ പോയി പഠിച്ചിട്ട് നിങ്ങൾ സ്കൂളിൽ സ്റ്റാർ ആവില്ലേ, ക്ലാസ്സിലൊരു സ്റ്റാർ ആണെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല സ്റ്റാറുകളായിട്ട് മാറാൻ പറ്റട്ടെ. മിസ്സിന്റെ എല്ലാ മുത്തുവഴികളും എന്ത് ചെയ്യുക, നല്ല അടിപൊളി മിന്നുന്ന ട്വിങ്കിൾ ചെയ്യുന്ന സ്റ്റാർസ് ആയിട്ട് തന്നെ മാറട്ടെ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ, സീ യു മക്കളെ.